ചില നൂറ്റാണ്ടുകൾക്ക് മുൻപ് 2 ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ വിദേശ പര്യടനത്തിന് ഒരുങ്ങി. അപ്പോൾ തൻ്റെ പക്കലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുവാൻ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. 7 ഭരണികൾ നിറയെ ഒലിവ് കായകൾ ശേഖരിച്ച് അവയിൽ ഒന്നിൽ സ്വർണ്ണ നാണയങ്ങൾ ഒളിച്ചു വെച്ച് തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിക്കുക. അങ്ങനെ അയാൾ ചെയ്തു. സുഹൃത്ത് വളരെ വിശ്വസ്തയോടെ ഒലിവ് കായകൾ സൂക്ഷിച്ചു വെച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടും സുഹൃത്ത് മടങ്ങി വരാഞ്ഞതിനാൽ ഒലിവ് കായ്കൾ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ ആ സുഹൃത്ത് തീരുമാനിച്ചു. ആ പരിശോധനാ വേളയിൽ സ്വർണ്ണ നാണയങ്ങളും ലഭിച്ചു. അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ കൈവശപ്പെടുത്തുകയും പുതിയ ഒലിവ് കായ്കൾ കൊണ്ട് ഭരണികൾ നിറയ്ക്കുകയും ചെയ്തു. പിന്നെയും കുറേ നാളുകൾ കഴിഞ്ഞ് 7 വർഷങ്ങൾക്ക് ശേഷം സുഹൃത്ത് മടങ്ങി വന്നു ഭരണികൾ ഏറ്റുവാങ്ങി. എന്നാൽ അതിൽ സ്വർണ്ണ നാണയങ്ങളില്ലായിരുന്നു. അയാൾ ഖാലിഫിൻ്റെ അരികിൽ പരാതി കൊടുത്തു. സൂക്ഷിക്കാൻ കൊടുത്തത് ഒലിവുകായകൾ, തിരികെ കിട്ടിയതും ഒലിവുകായകൾ. അതിനാൽ സ്വർണത്തിൻ്റെ കാര്യം വിഷയമല്ല, ഖാലിഫ് വിധി എഴുതി. എന്നാൽ ഈ വിഷയം നാട്ടിൽ പാട്ടായി. ഒരിക്കൽ ഖാലിഫ് വേഷപ്രച്ഛന്നനായി നടക്കുമ്പോൾ ഈ വിഷയം കുട്ടികൾ ഒരു ലഘുനാടകമായി അവതരിപ്പിക്കുന്നത് കണ്ടു. വാദിയും പ്രതിയും ന്യായാധിപനും എല്ലാമുണ്ട്. ന്യായാധിപൻ ഭരണിയിലെ ഒലിവ് കായകൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഈ കായകൾ 7 വർഷം പഴക്കമുള്ളവയല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായാധിപൻ പ്രതിയെ തടവിലാക്കാൻ കൽപ്പിച്ചു. ഇത് കണ്ട് സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ച ഖാലിഫ് യഥാർത്ഥ പ്രതിയെയും തടവിലാക്കുകയും സ്വർണം തിരികെ കൊടുപ്പിക്കുകയും ചെയ്തു. നമ്മുടെ തെറ്റിനെയും അവിശ്വസ്തതയെയും ന്യായീകരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ വിശ്വസ്തരായിരിക്കാൻ കഴിയുമോ? അതാണ് നമ്മുടെ മുൻപാകെയുള്ള വെല്ലുവിളി. പ്രഗത്ഭരായ വക്കീലന്മാർക്ക് കുറ്റക്കാരായ പലരെയും കുറ്റവിമുക്തരാക്കാൻ കഴിഞ്ഞേക്കും. അതിന് നിയമങ്ങളും സഹായിച്ചേക്കാം. എന്നാൽ അവിശ്വസ്തരെ വിശ്വസ്തരാക്കുവാൻ ആർക്ക് കഴിയും? ഏതെങ്കിലും നിയമം അതിന് സഹായിക്കുമോ? കേസിൽ ജയിക്കുക എന്നത് മാത്രമല്ല ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നത്. സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളവരായി ജീവിക്കുക എന്നതിനാണ് പ്രാധാന്യം. അതിന് കുറ്റം ചെയ്തവൻ തൻ്റെ തെറ്റിനെ അംഗീകരിച്ച് അനുതപിച്ച് ജീവിതത്തിൽ മാറണം. ആ അനുഭവത്തിലേക്ക് കുറ്റക്കാരായ ഓരോരുത്തരെയും നയിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്.